ആ അവിടെ നോക്കിക്കൊണ്ടിരിക്കണ്ട, ഇനി കേറിയോ പോരെ. ആ ആ പെട്ടെന്ന് അവിടെ ഇങ്ങോട്ട് കേറി വാ. ഇവിടെ സ്വീകരിക്കാനൊന്നും ആരുമില്ല. നീ വന്നേ. ആ അമ്മ വന്നാ? നിന്റെ പേരെന്തുവാ? സഫീത്ത്. എന്താ കോലം കെട്ടി വന്നിരിക്കുന്നത്? ഇവിടെ ഉത്സവം ഉണ്ടോ? ഉമ്മ ഈ കോലം എല്ലാം അഴിച്ച് കളഞ്ഞിട്ടേ അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. ഞാൻ പുറത്തോട്ട് പോയാണ്, കുറച്ച് കഴിഞ്ഞാ വരുവേ. ആ നീ പോയി ആ കോലമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ. അതൊന്നും അവനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതാ വരാം അമ്മ. എങ്ങോട്ട്? ആ അതാ ഈ റൂമില് ചെല്ല്. ഡ്രസ്സ് വല്ലതും കൊണ്ടുവന്നാ? ഡ്രസ്സ് എനിക്ക് അതിന്റെ പുറത്ത് ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വാ. കോലത്തിൽ കെട്ടിയിരുന്ന അവനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നോടൊന്നും മിണ്ടിയത് പോലും ഇല്ലല്ലോ. എന്നെ കൂട്ടിക്കൊണ്ടുവരാനും വന്നില്ല. ഈ കൈക്ക് ഇഷ്ടമല്ലേ? പിന്നെ എന്തിനായിരുന്നു? ആരോ ഉപയോഗിച്ച ഡ്രസ്സൊന്നുമല്ല, ഇത് തന്നെ ആയിരിക്കുമോ പറഞ്ഞത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ലല്ലോ റബ്ബേ. എൻ്റെ ഉമ്മ എന്ത് സന്തോഷത്തെ എന്നെ യാത്രയാക്കിയത്. ഞാൻ വലിയൊരു കാശുകാരിയാന്നുള്ളതിൽ അമ്മ എന്നെ യാത്രയാക്കിയത് പോലും. ഇവിടെ വന്നപ്പോ സമയായി പോയിട്ട് ഇറങ്ങി വാ. ആ അതാ വരുന്നമ്മ. ദേഷ്യം മാറിച്ചല്ല. ഇതാരതാ? പഴകിയതാണല്ലേ ഇതൊക്കെ.
എന്തായാലും ഇട്ടുകൊണ്ട് ചെല്ലാം. ഇത്തിരി ആയില്ലേ അങ്ങോട്ട് കേറി പോയിട്ട് എന്നിട്ട് അവിടെ പോയി കിടക്കുന്നാ? സൂഹിക്കാൻ വന്നതാണോ എന്തോ, കെട്ടിലമ്മയമ്മയാൻ വന്നതാണോ എന്തോ. ഇവിടെ നിക്കാം. ഉമ്മ ഈ ഡ്രസ്സ് ഭയങ്കര സ്മെല്ലുമ്മ. സ്മെല്ലാ? ആ, അത് ഇന്നാളിവിടെ ജോലിക്കുന്ന പെണ്ണിന്റെ ഡ്രസ്സാ അത്. അതിപ്പോ ഇവിടെ നീ വല്ലതും കൊണ്ടുവന്നാ ഇവിടുന്ന്? അയ്യോടി, ഏതോ കൊമ്പത്തുനിന്ന് വന്നാണ് കാണല്ലേ നിന്റെ സംസാരം. നിനക്കത് പിടിച്ചില്ലേ? ആ, പിന്നെ ഒരു കാര്യം, ആ കഴുത്തേലും കാതയിലും ഒക്കെ കിടക്കുന്നതെല്ലാം ഉരിഞ്ഞതാ. അതൊന്നും ഇട്ടോണ്ട് ഇവിടെ നിക്കണ്ട, അവനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ആ, ഊരിത്താ. അങ്ങോട്ട് പെട്ടെന്ന് ആവട്ടെ. ഇതെന്തോന്നിത്? ഇവിടെ നീട്ടിത്താ. കമ്മല കമ്മല ഇത് താലിമാലയല്ലേ അമ്മ? ഇത് അങ്ങോട്ട് ഇട്ടാ മതി. അതെടുത്തിട്ടേരാ. ഇതൊക്കെ എന്റെ ഇരിക്കട്ടെ. എന്നിട്ട് അങ്ങോട്ട് വാ. ഇവിടെ ഇന്ന് ആൾക്കാരെല്ലാം വന്നുകൊണ്ട് തറയൊക്കെ കട ഓലം ഒന്ന് അവിടെ മോപ്പിരിപ്പോണ്ട് എടുത്തോണ്ട് വന്ന് നല്ല പോലെ ഒന്ന് തുടക്കി. ഏട്ടാ, വൃത്തിയായിട്ട് തുടക്കി. വൃത്തിയായിട്ട് തുടച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ കഴുകണം. അടുക്കളയിലോ? വരാമ. അവിടെ മൂല ചേർത്തങ്ങോട്ട് തൊടാ. അഴുക്കണ്ട, ഇതൊന്നും വൃത്തിയാവുന്നില്ല. നല്ലപോലെ തൊട. അവിടെ അങ്ങോട്ട് നീട്ടി തൊടാ. നോക്ക എവിടെ അഴുക്ക്? അഴുക്ക് കിടക്കുന്നുണ്ടാ? നല്ലപോലെ അങ്ങോട്ട് തൊടാ. തൊട പെട്ടെന്നാവട്ടെ. അയ്യേ, ഇതെന്താ ഇത്? നല്ലപോലെ അങ്ങോട്ട് തുടച്ചേ. ഇതൊന്നും നിന്റെ ഉമ്മ പഠിപ്പിച്ചില്ലായിരുന്നാ? തുടച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് വാ.
നല്ല പോലെ വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്ന ആകെ ചൂടാക്കി കൊണ്ടുവരണം. നടുവിനും പിടിക്കണം, എനിക്കൊന്ന് കുളിക്കുകയും വേണം ചൂടുവെള്ളത്തിൽ. ഗ്യാസാ? പുറത്ത് വിറകടുപ്പുണ്ട്, വിറകും കിടപ്പുണ്ട് ചായപ്പില്. അത് പോയി എടുത്തോണ്ട് വന്ന് കത്തിച്ച് വെള്ളം ചൂടാക്ക്. വലിയൊരു കലം അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മോട്ടറൊന്നും ഇല്ല. മോട്ടറിൽ വെള്ളം പിടിക്കുകയും വേണ്ട. കിണറ്റിതോ കപ്പിയും തൊട്ടിയും എല്ലാം ഉണ്ട്. വെള്ളം കോരി അങ്ങോട്ട് എടുത്ത് കൊണ്ടുവാ. നീ ഇവിടെ സൂയിക്കാൻ വന്നതാ? അവള് കെട്ടിലമ്മയായിട്ട് വന്നേക്കുന്ന അത് കൊള്ളാം. എവിടെ കിടന്നൊരു ഒന്നിനും ഗതിയില്ലാത്തതിനെ കൊണ്ടുവന്നപ്പോഴേ അവളൊക്കെ വലിയ കെട്ടിലമ്മ വരുന്നു. പെട്ടെന്നാവട്ട് തുടക്കിവിടേക്ക. എന്റെ നടുവൊക്കെ വേദനിക്കുന്നു. പെട്ടെന്ന് വാ. വെള്ളം കൊണ്ടുവന്നാ ബാത്റൂമിലോട്ട് എടുത്ത് വെച്ചാരാ. അവിടെ കൊണ്ടുപോയി. ചൂടുണ്ടാ? കൊണ്ടുവച്ചേരാ. വെള്ളം കൊണ്ടുവച്ചാ ബാത്റൂമും കൂടെ ഒന്ന് കഴുകിയിടണേ. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയിട്ട് മതി. ഇതെന്തിങ്ങനെ അവിടെ നനയ്ക്കുന്നത്? വെള്ളം കോരാതിരിക്കാൻ നീ ആര്? വലിയ കാശുകാരന്റെ മോളോ? ഇത് കേട്ടാത്തൊന്നുമല്ലേ. ഉമ്മായ ജോലിക്ക് വന്നതാ. ഞാൻ എന്താ വരുന്ന. കുളിച്ചിട്ട് വരാം. അകത്തോട്ട് വെച്ചാ? കുളിച്ചിട്ടോ? അന്ന് കേറിയപ്പോ തന്നെ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണല്ലേ അവരെന്നെ കാണുന്നത്. നിക്കാൻ കഴിച്ചിട്ടുണ്ടോന്ന് ആളെ ഞാൻ കണ്ടില്ല. ആളെന്നെ ജോലിക്കാരിയായിട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. ഞാൻ കുറച്ച് മോഹിച്ചു പോയായിരുന്നു. എന്റെ ഉമ്മ പറഞ്ഞ എന്തായിരിക്കും? എനിക്ക് തിരിച്ചു പോകാനും നിവർത്തിയില്ലല്ലോ. അതാ വരുന്നു. പേടിച്ചിട്ട് വയ്യല്ലോ.
ഇക്ക എന്തൊരു നാട്ടത്, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നത്? ഉമ്മ ഇവിടെ എടുത്ത് വെച്ചിരുന്ന ഡ്രസ്സ്. പോ, ഇങ്ങോട്ടൊന്നും വരാതെ അങ്ങ് അടുക്കളയിലോട്ടോ ഇങ്ങോട്ടേലും പോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേക്ക, ഇക്കായ്ക്ക് ഇഷ്ടമല്ലാതെ. എനിക്കൊന്നും കേൾക്കണ്ട, അങ്ങോട്ട് പോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇക്കായ്ക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ നിക്കാഹ് കഴിക്കാൻ? അങ്ങോട്ട് അടുക്കളയിലോട്ടോ, വെളിങ്ങോട്ടൊന്നും കയറരുത്, പോകോട്ട്. ഇതെന്താ ഇത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വന്ന് കയറിയപ്പോ തൊട്ട് ഉമ്മ ഒരു വേലക്കാരിയോട് പെരുമാറുന്ന കണക്ക്. ഭർത്താവെന്ന് പറഞ്ഞ ആള് എന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ഇങ്ങനെയൊക്കെ പെരുമാറും. ഇതെന്തായിരിക്കും? എന്റെ ഉമ്മയെ വിളിച്ചു പറഞ്ഞ അവര് താങ്ങത്തില്ലല്ലോ ഇതൊക്കെ. ഞാൻ എന്താ ചെയ്യട്ടെ?